ഹായ് ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് സുഖം ഉണ്ടാക്കുന്നതായിട്ട്. അപ്പം ഞാൻ അങ്ങനെ എന്തോ പറയുമല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി ഞാൻ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്സാണ് കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത്. ഇവിടെ കലഞ്ഞൂർ ഉത്സവമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ അധികം ഇടാത്തതും. അപ്പം അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് അപ്പം കുക്കിംഗ് വീഡിയോസൊന്നും ഇടാത്ത കേട്ടോ. അപ്പം 2-3 ദിവസം സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ, അതായത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ 3 ഉരുളക്കിഴങ്ങോ 2 ഉരുളക്കിഴങ്ങോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ, ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനധികം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കറി കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്ക് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്, കാരണം ഞാനത് വെച്ച് പൊസിഷൻ ശരിയല്ല കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ആയത്. പക്ഷേ ഇത് ഞാൻ നേരെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ചതച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു കനത്തിനാണ് ഞാൻ അരിഞ്ഞ് വെച്ചത്. പിന്നെ നമ്മുടെ സവാളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വിഷുവൊക്കെ ആയിട്ടുണ്ട്, കൈക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബാൻഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പാടായിരുന്നു കുക്കൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം ഇന്നിപ്പം നമ്മൾ പച്ചമുളകൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കല്ലിട്ടൊന്ന് ഇടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് ആദ്യം ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോർത്ത് ചതഞ്ഞില്ല, എനിക്ക് ഇടികല്ലിലിട്ട് ശരിയായില്ല കേട്ടോ ഇടിച്ചത്. നമ്മുടെ ജാറിലൊക്കെ ആണെന്നെങ്കിൽ ഒരടിക്കങ്ങ്, അതായത് നമ്മുടെ ഒരു ഇതിന് തന്നെ അടിച്ചങ്ങ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഞാൻ ഇടിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടി. അത് നീങ്ങി പോകുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന പാത്രത്തിലാണ് കേട്ടോ ഞാൻ നമ്മുടെ ഫോണൊന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പം അതൊന്നും അധികം ഇതായിട്ട് കിട്ടത്തില്ല മൊത്തത്തിൽ. പിന്നെ ഞാനിപ്പോൾ താഴെ വീണതൊന്ന് കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ ചെറിയ ഇതായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ കറി ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെ ഇടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കുറുമക്കറി വയ്ക്കുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടിയും മാത്രം ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചില രീതിയിൽ വേറെ രീതിയിലൊക്കെ വയ്ക്കും കേട്ടോ. അത് ഞാനിത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ വെച്ച രീതിയല്ല കറി വയ്ക്കേണ്ടതെന്ന്. പിന്നെ ഇത് എൻ്റെ രീതിയിലുള്ള കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി തേങ്ങ നമുക്ക് പുട്ടിന് വേണ്ടിയാണ് കേട്ടോ. നമുക്ക് അരിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടി നിറച്ചായിപ്പോയി കേട്ടോ, പക്ഷേ അത് വെന്ത് വന്നപ്പോൾ കറക്റ്റായിരുന്നു. പിന്നെ നമ്മൾ പുട്ടിനുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുമ്പ് കുഴച്ച് വെച്ചിരുന്ന മാവാണ്, ഒരു 20 മിനിറ്റ് ഈ മാവ് വെക്കണമായിരുന്നു. അതിന് ശേഷമുള്ള മാവാണ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വെള്ളം ഒന്നും കൂടെ നമുക്ക് കറക്റ്റ് കുഴച്ചങ്ങ് എടുക്കണം. പിന്നെ ഇത് നമ്മൾ പൊടിച്ചതല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പുട്ടുണ്ടല്ലോ, ഇത് ഏതോ ഒരു കമ്പനിയുടെ അരിപ്പുട്ടാണ് കേട്ടോ. പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അതിന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൈയും കൂടെ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു അത് കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ എന്നെ നന്നായിട്ട് ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 ബാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കൈയുടെ നഖത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട്, നഖത്തിൻ്റെയും നമ്മുടെ ചതയുടെ വിരലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ എൻ്റെ മുറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-3 ബാൻഡേജ് വേണമെന്ന്, കാരണം കറക്റ്റിന് നമുക്കത് കിട്ടില്ല ഒന്ന് ബാൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2-3 ബാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് ലെവലിന് നമ്മുടെ പുട്ട് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഞാനൊന്ന് പുഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 1-ാം പാൽ മസ്റ്റാണ്, എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പോൾ 1-ാം പാൽ ഞാനതൊന്ന് പുഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2-ാം പാൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ കറി ഉണ്ടാക്കാൻ, അതായത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പം എനിക്ക് ഒന്ന് അമർത്തി കൊടുക്കാനൊക്കെ പാടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നത്, കാരണം നമുക്ക് എത്രത്തോളം കട്ടിയുള്ള പാലെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എടുക്കണം കേട്ടോ. ഇത് ആദ്യം ഞാൻ പുഴിഞ്ഞെടുത്തിട്ട് വീണ്ടും രണ്ടാമത് മിക്സിയിലെടുത്ത് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം
അത് ആദ്യം അരച്ചത് നന്നായിട്ട് ഞാൻ അരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും ഒന്ന് അരച്ചെടുക്കണമായിരുന്നു. പിന്നെ അതുമല്ല പാലും കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിൻ്റെ പകുതി, അര ഗ്ലാസ് വരെയുള്ള പാല് നമുക്കിതിൽ ഒഴിക്കണമായിരുന്നു. പിന്നെ അതൊന്നും കൂടി ഇട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് വീണ്ടും നമ്മുടെ രണ്ടാം പാലിനുള്ള പാലാണ് കേട്ടോ. അത് കുറച്ച് വെള്ളമായിരുന്നു, ഇരുന്നാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ അത് ഇരുന്ന് വെന്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിന് വേണ്ടി എടുത്തത്. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പുഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒന്നാം പാല് ചേർത്താൽ നമുക്ക് ഒന്നാം പാല് അവസാനം ചേർത്തിട്ട് അധികം ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തിളപ്പിച്ചാൽ നമ്മുടെ പാലൊരുമാതിരി പിരിഞ്ഞ് വന്നാണക്കിരിക്കും. അല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയാണോ ഉണ്ടാക്കിയെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കഴിച്ച സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നല്ല വെള്ളം, പക്ഷെ ഇത് അരവേവായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം വെന്ത് വരെ. അപ്പോൾ തേങ്ങാപ്പാൽ ഇത്രയേ ഉള്ളൂ. ഞാനത് കുറച്ചും കൂടെ പച്ചവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഇപ്പം ഇടുന്ന ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ടത്. അതിന് ശേഷം കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇടത്തുള്ളൂ. കാരണം ഞാൻ എന്നിട്ടാലും ഉപ്പ് കൂടിപ്പോവും. മെയിനായിട്ട് ഇന്നിട്ടപ്പോഴും കൂടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കറിക്ക് എപ്പോഴും ഉപ്പ് കൂടാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെൻ്റെ ഷാഡോയൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ പുട്ടെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പുട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല തോറാന്നിരിക്കും. അതായത് നല്ലതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു 2 കുറ്റി പുട്ടിനുള്ള മാവേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയതിന് ബാലൻസ് വന്ന മാവിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആ ഒരു തവിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അധികം കട്ടിയായിട്ട് എന്ന് വെച്ചാൽ ഇതായിട്ട് കഷ്ണമായിട്ടും കിടക്കരുത്, കുറച്ച് ഉടഞ്ഞു വരണം. ആ രീതിയിലാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് മല്ലിപ്പൊടി ചേർക്കുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒന്നാം പാല് ചേർത്ത് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നില്ല. അതായത് തിളച്ച് വരേണ്ട ആവശ്യമില്ല. ആ സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. പക്ഷേ ഉണ്ടാക്കിയ കറി മൊത്തം തീർന്നു കേട്ടോ. ഒരു നിമിഷം കൊണ്ടായിരുന്നു. അതായത് ചേട്ടനും അനിയത്തിയും ഞാനും കഴിച്ചപ്പോൾ തന്നെ തീർന്നു. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. പിന്നെ കുറച്ച് കറി അച്ഛനും അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലെ അതായത് ഈ ഉണ്ടാക്കുന്ന എന്താണെന്നൊന്നും ഇത് പറയണേന്നൊന്നാണ്. പൊട്ടറ്റോ അങ്ങനെ എന്തോ. അപ്പോൾ ഇത് കറി ഉണ്ടാക്കി നോക്കുന്നവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് 2-3 യൂട്യൂബേഴ്സുണ്ട് കുക്കിംഗ് വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് പഠിക്കാനാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എല്ലാം കാണുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒരു വീഡിയോസ് ഉണ്ടാക്കിയിടണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ കറി. പിന്നെ എൻ്റെ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.